ഇന്നത്തെ നമ്മുടെ റെസിപ്പി വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു പുഡിങ്ങാണ്. നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു പാനിലേക്ക് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിനുള്ളിൽ വെച്ചാൽ മതി. ഒരല്പസമയം കഴിയുമ്പോഴേക്കും പഞ്ചസാര ഒന്ന് മെൽറ്റായി തുടങ്ങും. ആ ഒരു സമയമാകുമ്പോൾ മാത്രം നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഒരു അല്പസമയം നമുക്കിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം പഞ്ചസാര ഇവിടെ നിന്ന് കാരമലൈസായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിങ്ങനെ കട്ട പിടിച്ച് വരും. പക്ഷേ ഒരല്പസമയം നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിക്കോളും. ഇപ്പോൾ ഇതിവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് നമ്മുടെ പുഡിംഗ് ഇവിടെ സെറ്റ് ചെയ്യുന്നതിനായിട്ട് ഒരു കേക്ക് ടീനാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഈ ഒരു ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഉടനെ തന്നെ നമുക്കിങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊരല്പം ട്യൂട്ടി ഫ്രൂട്ടിയോ അല്ലെങ്കിൽ ഉണക്കമുന്തിരിങ്ങയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് ബ്രെഡാണ്. ഞാനിപ്പോൾ ഒരു 3 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡ് നമുക്ക് ചെറിയ ചെറിയ പീസാക്കി ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. ഇപ്പം നമ്മൾ ബ്രെഡ് ഇവിടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് മുട്ടയാണ്. ഞാനിപ്പോൾ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ട നമുക്ക് ഈ ഒരു ബൗളിലേക്കൊന്ന് പൊട്ടിച്ചു വയ്ക്കാം. ഇപ്പം നമ്മളിവിടെ 2 മുട്ടയും ഈ ഒരു ബൗളിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മളിതിവിടെ ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് പാലാണ്. ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. ഈ പാൽ കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരിങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഞാനിപ്പോൾ ഇവിടെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതും ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ട്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ നമുക്ക് ഈ ഒരു സമയത്തിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ പുഡിങ് സെറ്റ് ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്ന ഈ ബൗളിലേക്ക് നമുക്ക് ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിതൊന്ന് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അതിനായിട്ട് ഞാനിപ്പോൾ ഈ ഒരു പാനിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടിന്ന് ഈ തട്ടിന് മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 20 മിനിറ്റ് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിൻ്റെ ചൂട് നന്നായിട്ട് മാറിയതിന് ശേഷം നമുക്കിതിൻ്റെ സൈഡ് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കിത് ഈ ഒരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം. ഇനി ഇത് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.